പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരും ഞാൻ ഈശോയുടെ നാമത്തെ ആസ്വദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും
നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ചില രസങ്ങളുണ്ടാവും. ബൈബിളിൽ ഒരിക്കൽ പറയുന്നതിനോട് ദൈവം ചില സമയത്ത് നേരെ അതിൻ്റെ എതിര് പറയും. അപ്പോൾ കൺഫ്യൂഷൻ ആകണ്ട, രണ്ട് ടൈമിൽ പറഞ്ഞ പോലെ കണക്കാക്കിയാൽ മതി. ജീവിതത്തിൻ്റെയും രണ്ട് ഘട്ടം. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായി 9:13 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. അപ്പൊ നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ ആരെ വിളിക്കാനാണ്? പാപികളെ വിളിക്കാനാണ്. അപ്പം ഇത് ആണ് ഈശോയുടെ നിലപാട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ നിലപാട് മാറും. പാപികളെ വിളിക്കത്തില്ല. പാപം ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറയുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ പാപം ചെയ്തല്ലേ, പാപത്തിന് പരിഹാരം ഈശോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ അവസാനം പറയുവാണേ, ഇനി പാപം ചെയ്യാനുള്ള ആൾക്കാർ ചെയ്തോ, വ്യഭിചരിക്കേണ്ടവർക്ക് വ്യഭിചരിക്കാം, കക്കേണ്ടവർക്ക് കക്കാം, എല്ലാവർക്കും ലൈസൻസ് കൊടുക്കും. വെളിപാട് 22 അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞു കൊള്ളട്ടെ. ആരും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഒരു ദൂതപുത്രനും തിരിച്ചു വരണ്ട, അവിടെ തന്നെ കിടന്നാൽ മതി. ഒരു പുസ്തകമൊന്നുമില്ല, പന്നിക്കൂടി തന്നെ കിടന്നാൽ. കുറച്ച് നാൾക്ക് വെളിപാടിൻ്റെ പുസ്തകം എഴുതുന്ന കാലത്ത് തന്നെ, എഴുതുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഈ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടാവ്, എഫേസ്യർ 4:28, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. കണ്ടാ, അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. അതായത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ബൈബിളാണ്. ഒരു ടൈം കഴിയുമ്പോൾ ആ ഓഫർ കഴിഞ്ഞ് പാപയ്ക്ക് കയറി വരാനും പാപക്ഷമ സ്വീകരിക്കാനും വേണ്ടിയുള്ള ഒരു ഓഫർ ടൈമുണ്ട്. ഓഫർ ടൈം കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും സ്വീകരിക്കത്തില്ല. അതാണ് പറയുന്നത്, നീതി പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കട്ടെ. ഏറ്റവും രസം എന്ന് വെച്ചാൽ വെളിപാട് അടിപൊളി പുസ്തകമാണ്. വെളിപാട് പറയുന്നത് ഭീരുക്കൾ അവിശ്വാസികൾ. വെളിപാട് 21:8 എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ ഞാനവർക്ക് ദുഃഖ വെള്ളിയാഴ്ച അവിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സഭ. പക്ഷെ ബൈബിള് ഈ അവിശ്വാസികളെ കാണിക്കുന്നത് എന്താണ്? വിശ്വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം ദുരഭിമാനം കൊണ്ടും സ്വന്തം തന്നത്തെ അയാൾ തന്നെ ദൈവമായിട്ട് അയാൾ അംഗീകരിക്കുന്ന കാരണവും ഈ ഹ്യൂമനിസ്റ്റിൻ്റെയൊക്കെ പ്രശ്നം അതാണല്ല. വലിയ മാനവികതയൊക്കെ പറയുന്നതിൻ്റെ പേരിൽ എന്താണ്? താൻ തന്നെ ദൈവം എന്നുള്ളതാണ് വിഷയം, മനുഷ്യൻ തന്നെ ദൈവം. അപ്പം ആ ഒരു ഐഡിയയിലേക്കാണ് ഈ ഹ്യൂമനിസ്റ്റൊക്കെ പോണത്. ഉൾക്കൊണ്ട ഒരു കാര്യം ബൈബിൾ തന്നെ ഒന്നും ഉൾക്കൊള്ളില്ല. കാര്യം അതന്നെ അങ്ങനെ കണ്ടിരിക്കുന്നത്, അവൻ
അവൻ ധൈര്യമില്ലാത്തവനാ. എന്താണ്? ദൈവത്തെ ഏറ്റു പറയണമെങ്കിൽ കുറച്ച് ധൈര്യം ഉണ്ടാകണം. അവന് ധൈര്യമില്ലാത്തവന് മനുഷ്യൻ്റെ മുമ്പിൽ ദുരഭിമാനം കൊണ്ട് വിശ്വാസം ഏറ്റു പറയാൻ പറ്റാത്തവൻ ആരാണ്? ഭീരുക്കളാണ്. ആ ഭീരുക്കൾ തന്നെയാണ് അവിശ്വാസികൾ. അവിശ്വാസികളുടെ റാങ്ക് എന്ന് പറയുന്നത് ആരുടെ റാങ്കാണ്? വ്യഭിചാരികളെ കൊലപാതകളെന്ന് പറഞ്ഞ റാങ്ക് കിടക്കണത്. അപ്പം അവിശ്വാസികൾ നെളിയേണ്ട ഒരു കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് അല്ല, അത് നിങ്ങളുടെ ശാപമാണത്. കാര്യം വിശ്വസിക്കാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട്. 1:19 ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ച ക്രമീകരണത്തെ വെറുതെ നോക്കിയാൽ മതിയല്ല. ഞാൻ ചിലപ്പോൾ ഓർക്കുകയും, ഈ വലിയ തടാകം പോലുള്ള മേഘങ്ങളല്ലേ ഈ നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുന്നത്, അത് അങ്ങനെ തന്നെ പൊത്തുവെന്നും പറഞ്ഞ് ഇപ്പോൾ വീഴുന്ന കൊണ്ടല്ലേ നിലച്ചെറിയ സമയത്ത് മിന്നൽ പ്രളയങ്ങളൊക്കെ ഉണ്ടാകണം. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രവചനാതീതമായിട്ടുള്ള ഭവിഷ്യത്തുകളെന്നൊക്കെ പറയുന്നത് ഇനിയുള്ള കാലങ്ങളിൽ പേടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഞാൻ ഓർക്കുകയും, ഈ തടാകം വലിയ തലക്ക് മുകളിൽ നിൽക്കുന്നത് എത്രയോ ടണ്ണായിരിക്കും, എത്രയോ കിലോമീറ്റർ ആയിരിക്കും. ആ മേഘങ്ങളെയൊക്കെ ആ വെള്ളക്കെട്ട്, അത് വെള്ളക്കെട്ടാണല്ലോ, ആ വെള്ളക്കെട്ടിനൊക്കെ അത് തലക്ക് മുകളിൽ കാറ്റിൽ പറക്കാവുന്ന ഒരു പരുവത്തിലാക്കി മേഘമാക്കി മാറ്റുന്ന പിന്നിലുള്ളൊരു ബുദ്ധിയില്ലേ, അത് ആർക്കാണ് മനസ്സിലാകാത്തത്? അതാണ് പൗരസഭം പറയണത്. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതൊക്കെ അറിയാവുന്ന എന്നാൽ ആ രീതിയിലാണ് ലോകത്തിൻ്റെ ഈ ക്രമീകരണം വച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ദുരഭിമാനം കൊണ്ട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പരിണാമവാദത്തെ ആൾക്കാർ, പരിണാമവാദം നടക്കണമെന്നില്ലെന്നല്ല, സൃഷ്ടികൾക്ക് ശേഷങ്ങളിൽ പരിണാമം ഉണ്ടാവും. സൃഷ്ടമായിട്ടുള്ള അത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാമല്ലോ. സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പരിണാമങ്ങൾ സൃഷ്ടിയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന പരിണാമങ്ങളും ഉണ്ടാകും. പക്ഷെ പരിണാമം മാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ വലിയ അയുക്തി എന്തുണ്ട്? അപ്പോഴേ ഇതൊക്കെ മനുഷ്യർ സൂക്ഷിക്കുമ്പോൾ അവിശ്വാസികളെന്ന് പറയുന്ന ഒരു വർഗം ശരിക്കും പറഞ്ഞാൽ അത് യുക്തിസഹമല്ല. ശരിക്കും അതാണ് ബൈബിളിൻ്റെ ഒരു കണക്ക്. അവർ വിശ്വാസം ഏറ്റു പറയാൻ ഭീരുക്കളാണ്. അതുകൊണ്ടാണ് ഭീരുക്കൾ അവിശ്വാസികളെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം വിശ്വാസം ഏറ്റു പറയുന്നത് ധൈര്യമാണ്. തന്നെയല്ല, ഈ നിരീശ്വര പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ച ആൾക്കാരെ പലരെയും കാണുക. പക്ഷേ ഈശ്വരവിശ്വാസത്തിൻ്റെ പേരിൽ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതുമാത്രം രക്തസാക്ഷികളാണ് ഉള്ളത്. അവർക്കൊക്കെ അനുഭവങ്ങളില്ലാത്തതാണ്. ദൈവാനുഭവം എന്ന് പറയുന്നത് ആന്തരികമാണത്. ആ അനുഭവമുള്ള ആ ബോധ്യത്തിൽ തന്നെ അവർ ജീവിക്കും. അതിനെതിരെ അതിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ജീവനായും കൊടുക്കണത് അതിന് പകരം. അതാണ് ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത് ഭൂമി നിൽക്കുന്നതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈ അവസാനം അവസാനം വരെ ദൈവം ഇങ്ങനെ അനുതാപത്തിലേക്ക് പാപികളെ വിളിക്കുന്നുണ്ടെങ്കിലും അനുതാപത്തിൻ്റെ അവസരം നഷ്ടപ്പെടുന്നു. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അവന് അവസരം ലഭിച്ചില്ലെന്ന്. അപ്പം അനുതാപം ഒരു അവസരമാണ്. അതുകൊണ്ട് ആ അവസരം ദൈവം തന്നിട്ട് ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എൻ്റെ അനുതാപം സ്വീകാര്യമല്ലാതെ വരും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഇനി അനീതി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? തിന്മ ചെയ്യുന്നവൻ തിന്മ ചെയ്യട്ടെ. അപ്പം ഈ അവസരം ഒരു നോൻപുകാലം ഒരു അവസരമാണ്. ഓരോ മനുഷ്യർക്കും ഇതുപോലെ ദൈവം ഓരോ സമയം കൊടുത്തിട്ടുണ്ട് അവസരം. ആ അവസരത്തിൽ തന്നെ അവനെ അനുദപിക്കണം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അനുതാപം സ്വീകാര്യമായിരിക്കത്തില്ല. സ്വീകാര്യമായ സമയത്താണ് നമ്മുടെ അനുതാപം പോലും ദൈവം സ്വീകരിക്കുന്നത്. ബൈബിളിലെ 2 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നില്ലേ, അത് ഇതാണ് സ്വീകാര്യമായ സമയം. 2 കൊരിന്ത്യർ 6:2 അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത്
ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഈ നോൻപ് കാലത്തിന്റെ അരൂപി മനസ്സിലായിക്കൊണ്ട് അനുതാപത്തിലേക്ക് വന്ന് ദൈവത്തെ സ്വീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ജെയിംസ്, ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും വലിയൊരു അനുഗ്രഹത്തിലാണ്. എൻ്റെ പേര് ജെയിംസ്. ഞാൻ ചെമ്പുമുക്ക് കെനഡി മുക്കിൽ താമസിക്കുന്നു. സെയിൻറ്റ് മൈക്കിൾ ചർച്ചിൻ്റെ പാരിഷ് മെമ്പറാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 20/6/2023 അത് വളരെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടിലും കടങ്ങളിലും അടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു വ്യാകുലത്തിലിരിക്കുന്ന ഒരു 6-7 വർഷങ്ങൾ കടങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ജോലി അന്വേഷിച്ച് ജോലി കിട്ടുന്നില്ല. ബിസിനസ് ഞാനൊരു കൺസൾട്ടൻസി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അതിലൊരു സക്സസ് നടക്കുന്നില്ല. ആൾക്കാരായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് തിരിച്ച് കടം കൊടുക്കാൻ പറ്റുന്നില്ല, വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഭാര്യ അരുൾ മേരി, ഇത് രണ്ടാമത്തെ മകൾ ഷേർലി ജെയിംസ്. ഇവർക്കുണ്ടായ അനുഗ്രഹങ്ങളും കൂടിയും അറിയാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പല പള്ളികളിലേക്കും പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പല പള്ളികളിൽ നിന്നും എനിക്ക് ഇല്ലെങ്കിൽ വഴിയിൽ നിന്നും ആൾക്കാരുടെ അടുത്തുനിന്ന് മാതാവിൻ്റെ പത്രം കിട്ടുമായിരുന്നു. വൈഫിന് മലയാളം വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് വൈഫ് എപ്പോഴും പത്രം കിട്ടുമ്പോൾ എനിക്ക് തരും. ഞാനത് മടക്കി ഓൾട്ടറിൽ വയ്ക്കും. ഓക്കെ, അല്ലാതെ ഞാൻ തുറന്ന് വായിക്കാനോ അങ്ങനെ ഒരു മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, എല്ലാ വിധത്തിലും ഭയങ്കര ഒരു പ്രശ്നങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് അത് എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകേണ്ടതെന്ന് പോലും വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ 19-ാം തീയതി ഒക്കെ എത്തുന്നത്. ഇവിടെ വരുന്നതിന് ഒരു ദിവസത്തിന് മുമ്പ് പുള്ളി പറഞ്ഞു, ഒരു സ്ഥലം വരെ പോവാം, ജെയിംസ് ഏട്ടൻ വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി പോകാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ കാറിൽ കയറിയ ഉടനെ പുള്ളി ഈ പത്രം എടുത്തു തന്നു. ജെയിംസ് ഏട്ടൻ എങ്ങനെ പോകുന്ന ജീവിതം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്കറിയാലോ ഇങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ ഈ പള്ളിയിലേക്ക് പോകും, ഉടമ്പടി എടുക്കും, ജെയിംസിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഞാനത് ചിരിച്ച് തള്ളി. എന്നാലും ഞാൻ ആ പത്രം അവിടെ ഇരുന്ന് വായിച്ചു, ഒരു അരമണിക്കൂർ വായിച്ചു. ഞങ്ങൾ ആ പോകേണ്ട സ്ഥലത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. പുള്ളി എനിക്ക് ഒരു 1000 രൂപ തന്ന് സഹായിച്ചു ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പത്രം വായിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. പിറ്റേ ദിവസം കാലത്ത് തന്നെ, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാലത്ത് തന്നെ ഞാനിവിടെ ബസ്സിന് വേണ്ടി കാത്തുനിന്നു. എനിക്ക് വണ്ടിയൊന്നുമില്ല, ബസ്സിന് വേണ്ടി കാത്തുനിന്നു. ബസ് കിട്ടിയതിന് ശേഷം ഞാനിവിടെ എത്തി. ഞാനിവിടെ പോയി ഒരു യാന്ത്രികമായി പോയി ഉടമ്പടി എടുത്തു. പലരോടും ചോദിച്ചു, പലരും എന്നെ സഹായിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ സ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതെന്ന്. ഒരു 1.5 മണിക്കൂർ നിന്ന് കരഞ്ഞിട്ടുണ്ടാവും. എന്നാൽ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടുന്ന് പോകണ്ട, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അവസാനം ഞാൻ ഈവനിങ് ആയപ്പോൾ ഞാൻ പതിയെ നടന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ശരീരം മുഴുവൻ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേറെ ആരുമില്ല, അമ്മ ഈശോ തമ്പുരാനോട് മധ്യസ്ഥയായിരുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു സക്സസ്സും വരുന്നില്ല. വീട്ടിലാണെങ്കിൽ ഭയങ്കര ഓരോ കാര്യത്തിൻ്റെ വിഷമങ്ങളും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം. പൊതുവെ എൻ്റെ ശരീരം എല്ലാ ദിവസവും ഇക്കാലത്ത് എണീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങിയ ശേഷം നമ്മളുടെ വിരൽ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്ന മാതിരി ശരീരമാകെ ഒരു കുളിര് ചൊരിയുന്നു. പിന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ പറന്നു പോകുന്ന മാതിരി ഒരു ഫീലിംഗ്. പിന്നെ എനിക്ക് എന്ന് പറയുന്ന ആ പെയിൻ ഇതുവരെയ്ക്കും വന്നിട്ടില്ല. 6 വർഷമായിട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത പെയിനത്. എല്ലാ ജോയിൻറ്റ് പെയിനുകളും ഉണ്ടായിരുന്നിട്ട് ഞാനത് സഹിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു പറഞ്ഞത്.
പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ആ പെയിൻ ഇല്ലാതെയായി. ഞാൻ വീട്ടിലെത്തിയ ഉടനെ വൈഫിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാത്രിയിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ പോയി പ്രാർത്ഥിച്ച് പത്രങ്ങളൊക്കെ കൊടുത്തു. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ പുള്ളി തന്ന 1000 രൂപയിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിൻ്റെ നടുവിൽ എനിക്ക് 2 SMS വരുന്നു. ഒരു SMS-ഉം ഒരു വാട്സപ്പും വരുന്നു. നിങ്ങളുടെ പ്രൊജക്റ്റ് സക്സസ് ആയി, നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളെന്താ ഈ ഫുൾ പേയ്മെൻറ്റ് ബില്ല് ചെയ്തോളാൻ പറയുന്നത്? നമുക്ക് ട്രാൻസിയായിട്ട് കിട്ടുന്നതാണല്ലോ, പാർട്ട് ബൈ പാർട്ട്. ഇല്ലല്ല, അതെന്തോ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുത്തു, നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന്. അത് അവർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഞാനൊരു 500 രൂപയുടെ നോട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് വർഷങ്ങളായിരുന്നു. അന്ന് ആ പേയ്മെൻറ്റിൻ്റെ കാര്യം പിന്നെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പേയ്മെൻറ്റ് വരും ചെയ്തു എനിക്ക്. അങ്ങനെ മാതാവ് എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തു, ഹെൽത്ത് വൈസ് സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വൈഫിന് തൊണ്ടയിൽ ഒരു മുഴമാരി വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ വൈഫ് പറഞ്ഞു, വേണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ച് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽ പുരട്ടി ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് 3-ാം ദിവസം ആ മുഴ എവിടെ പോയെന്ന് അറിയില്ല. തൈറോയിഡിൻ്റെ മുഴയായിരുന്നു. അതെവിടെ ഇതുവരെയ്ക്കും അവർക്ക് ആ പ്രശ്നം തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോള് 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ. അവൾ പറഞ്ഞു, പപ്പ അത് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്, എനിക്കിത് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അവൾ ജോലിയും ചെയ്യുന്നുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ താഴെ നിന്ന് പ്രാർത്ഥിക്കാൻ നിൻ്റെ കോളേജിൻ്റെ, നീ മേലെ പോയി ധൈര്യമായിട്ട് എഴുത്, നീ പാസ്സാവും, നിനക്ക് വലിയ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പ്രാവശ്യം നീ പാസ്സാവും. അങ്ങനെ അവൾ പോയി എക്സാം ചെയ്തിട്ട് അവൾ താഴെ വന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, പപ്പ, ഞാൻ എക്സാം എഴുതുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് മാതാവായിരിക്കും മോളെ, ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ടായിരുന്നില്ലേ. അവൾക്കറിയില്ല ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം, ഒന്നും അറിയില്ല. അവൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ് മുല്ലപ്പൂവിൻ്റെ. ഞാൻ പറഞ്ഞു, ഈ എക്സാമിൽ നീ പാസ്സാവും. അങ്ങനെ അവൾ വലിയ മാർക്കില്ല, പക്ഷേ അവൾ പാസ്സായി. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു US കമ്പനിയിൽ 1 വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഗുഡ്ഗാവിൽ. പിന്നെ പ്രത്യേകിച്ച് പത്രങ്ങൾ എല്ലാ പ്രാവശ്യം ഇവിടെ വന്ന് പത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്, വഴിയോരത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ക്രൈസ്തവരായാലോ അക്രൈസ്തവരായാലോ ഞാൻ നോക്കാറില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹങ്ങൾ കിട്ടണേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റേതായിട്ടുള്ള പല മുടക്കങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മോട് ക്ഷമ ചോദിക്കുന്നു ഇവിടെ വെച്ചിട്ട്. ഞാൻ ഉടമ്പടിയിൽ ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഭാര്യയായിട്ട് പോയി എന്താ പറയുക, കുർബാന കാണാറുണ്ട്. ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ പട്ടിണി കിടന്ന് ഓരോ ദിവസം ഞങ്ങൾ ഈ ചോറിൽ ഉപ്പും അച്ചാറും മിക്സ് ചെയ്ത് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഉടമ്പടി എടുത്തതിന് ശേഷം, എന്ന് എനിക്ക് ഏത് ഇൻകം കിട്ടിയാലും അതിൻ്റെ 0.5 കർത്താവിലേക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ആ കാശ് തൊടുള്ളൂ. അത് ഇതുവരെയ്ക്കും ഞാൻ പാലിച്ചിട്ടുണ്ട്. വൃതമന്ദിരത്തിൽ പോയി ഞാൻ അവർക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ഞാൻ ഒരു പ്രൊജക്റ്റ് കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്ന സമയത്ത് കാശ് കിട്ടുന്നില്ല, പക്ഷെ കാശ് കിട്ടിയ ഉടനെ അത് കൊണ്ടുപോയി അത് ഞങ്ങളൊരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദേവകുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തോടും ഇത്രയും കാരുണ്യം കാണിച്ച അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 28-ാം തിരുവചനം. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഉടമ്പടി ഒരു ഉടൻ പരിഹാരമാണ് എന്നുള്ളതിൻ്റെ വലിയ ഒരു ബോധ്യത്തിലേക്ക് ജെയിംസ് എന്ന സഹോദരൻ കുടുംബത്തോടൊപ്പം വന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ നമുക്കും
വിശ്വസിക്കാവുന്നതിലപ്പുറം നമ്മെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോഴിവിടെ ഏറ്റുപറഞ്ഞത്. ജെയിംസ് എന്ന ഈ സഹോദരനെ ഉടൻ പരിഹാരം നൽകിയ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഈശോ അവരുടെ കുടുംബത്തിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ കർത്താവ് നമ്മെ തൊട്ടാൽ അടുത്ത പടി നമുക്കുള്ള നമ്മുടെ വലിയ ഒരു ബോധ്യം എനിക്ക് ഈശോയെ തൊടണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. ജെയിംസ് ഇന്നത് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ 7 വർഷത്തോളം വളരെ ശരീരവേദനയും അതുപോലെ തന്നെ വലിയ ഒരു കടഭാരവും പേറി നടന്നിരുന്ന വ്യക്തിയാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ഈശോ തിരഞ്ഞെടുക്കുന്നവർ, തനിക്കിഷ്ടമുള്ളവരെയാണ് ഈശോ മലമുകളിൽ കയറി പേര് ചൊല്ലി വിളിച്ചത്. നാം ഇവിടേക്ക് വരുന്നത് എപ്പോഴും നമ്മുടെ തന്നെ ഇനീഷ്യേറ്റീവിൽ അതിനേക്കാളധികം പരിശുദ്ധ അമ്മ നമ്മെ തേടിപ്പിടിച്ച് ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് കൃപാസനം ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതിയിൽ നടക്കുന്നത്. ദൈവത്തിൻ്റെ അസസ്മെൻ്റ് ഒരു വിഷയാധിഷ്ഠിതമാണെങ്കിൽ നമുക്കറിയാം അത് ആ വ്യക്തി എപ്പോഴും എൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളുടെ എല്ലാം നടപ്പിനെക്കുറിച്ചായിരിക്കും അവർ അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഹോദരന് പറയാനുള്ളത്, ഞാൻ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. എൻ്റെ വിശന്ന അവസ്ഥയിലെല്ലാം ഞാനിപ്പോൾ വിശക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ വിശന്ന അവസ്ഥയിലെല്ലാം ഞാൻ ഈശോയെ ദർശിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്ന പ്രോജക്റ്റിലെ എൻ്റെ ദശാംശം ഞാൻ കൃത്യമായി വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാനായി ഞാൻ ഉപയോഗിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനാ പ്രവൃത്തിയാണ്. എപ്പോഴെല്ലാം ഈശോയ്ക്ക് വിശന്നുവോ, ഈശോയ്ക്ക് ദാഹിച്ചുവോ, ഈശോയെ നഗ്നനായി കണ്ടു, അവിടെയെല്ലാം ഞാൻ ഈശോയെ ചെന്ന് കണ്ട് ഈശോയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്ത ജീവിതാനുഭവങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് മറ്റുള്ളവരോട് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഈശോയെയാണ് ഞാൻ അനുഭവിച്ചത് എന്ന് നമുക്ക് പറയാനാവുക. മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു ഉത്തരമുണ്ട്, നിങ്ങൾ പറയുന്നത് എന്താണ്? ഇന്ന് ജെയിംസിന് ഈശോ എനിക്ക് ആരാണ്, പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, വൈഫിൻ്റെ തൊണ്ടയിലുണ്ടായിരുന്ന ഒരു മുഴ അവരെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അത് അപ്രത്യക്ഷമാവുകയും അവർക്ക് വലിയ ഒരു ഹീലിംഗ് നൽകുകയും ഉണ്ടായി എന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ കൃത്യമായി മകളുടെ പരീക്ഷാ സമയങ്ങളിലും മകൾക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിൻ്റെ ഒരു വലിയ അനുഭവം ആ മകൾക്കുണ്ടായി. അപ്പൻ കൊടുത്ത ഒരു ഉറപ്പായിരുന്നു അത്, ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുള്ള ആവശ്യമായ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിലൂടെ നിനക്ക് നൽകും, ഈശോയുടെ കൃപ നിനക്കുണ്ടാകും. അങ്ങനെ കൃപയിലൂടെ സഞ്ചരിക്കാൻ ഈ കുടുംബത്തെ ഇന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി ഞാൻ കുമ്പസാരിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിച്ചു. ഈശോയെ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചു അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് എപ്പോഴെങ്കിലും ഞാൻ അകന്നുപോയി എന്ന് തോന്നിയാൽ ഞാൻ ഉടനെ കുമ്പസാരിക്കുന്ന ഒരു സ്വഭാവ വിശേഷത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ ഉടമ്പടി നമ്മെ വഴിമാറ്റി നമ്മെ കൊണ്ടുപോയി നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ അനുഭവം ഇന്ന് ഈ ജെയിംസ് എന്ന ഈ സഹോദരനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിത്യതയാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഇറ്റേണൽ കവനൻ്റ്. അവിടേക്ക് നമുക്ക് നടക്കാനായിട്ട് പരിശ്രമിക്കാം. ജെയിംസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് എനിക്ക് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ അമ്മ മാതാവിനും തിരുഗോപാലിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു ജിജോ. ഞാൻ ആരക്കുഴയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജിജോ, എൻ്റെ 2 മക്കൾ. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബറിലാണ്. എൻ്റെ 4 സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീട് ഞങ്ങൾ 28 വർഷമായി അവിടെ താമസിക്കുന്നു. അതിൻ്റെ ആധാരം ഞങ്ങളുടെ പേരിലേട്ട് പഞ്ചായത്തിൽ നിന്നാക്കി കിട്ടിയിട്ടില്ലായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടി. ഒരുപാട് പൈസ മുടക്കുണ്ടാവും, ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരുമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്.
പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ വന്നു എന്ന് തന്നെ പറയാം. ചേട്ടൻ വന്നു, അമ്മ പറഞ്ഞു പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയി. ഒട്ടും താമസമില്ലാതെ വെറും 35 രൂപയെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. ആധാരം ഞങ്ങളുടെ പേരിലോട്ടാക്കി കിട്ടി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിൽ നിന്ന് ബൈക്കിൽ നിന്ന് ഒന്ന് വീണായിരുന്നു. വീണ് ഇടത് സൈഡിൽ ഒരു ഇഞ്ചുറി പറ്റി. അപ്പോൾ ഒരു സ്ട്രാപ്പിംഗ് ഒക്കെ ചെയ്തേക്കുമായിരുന്നു. പിന്നെ കൈ സ്ട്രാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. കൊണ്ട് ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടും സ്ട്രാപ്പിംഗ് ഊരിയെങ്കിലും ഹസ്ബൻഡിനെ കൈ പൊക്കാനോ അതിൽ നിന്ന് ഭാരം എടുക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി, ഒട്ടും കുറവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു രണ്ടാഴ്ച നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, അപ്പോൾ ഇത് കുറഞ്ഞോളൂ, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അപ്പോൾ വർക്കിന് പോകാതിരുന്നാലും അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമത്തിലായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഓരോ ദിവസവും ചെറിയതോറും ഇങ്ങനെ ഇത്രയും ദിവസം റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, മാറിക്കോളൂ എന്ന് പറയുമ്പോൾ ആകെ വിഷമമായി തുടങ്ങി. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡിൽ മാതാവിനെ ഹസ്ബൻഡിനെ കാഴ്ചവെച്ച് വിശ്വാസ പ്രമാണം, ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഹസ്ബൻഡിൻ്റെ കയ്യിൽ അത് പരട്ടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണ സൗഖ്യം കിട്ടി. ഹസ്ബൻഡ് പോലും അറിഞ്ഞില്ല, അത് പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടി. പിന്നെ അടുത്തായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ NABHൻ്റെ ഇൻസ്പെക്ഷൻ വന്നു. ഞാനൊരു നേഴ്സാണ്. ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നേഴ്സസിന് തന്നെയായിരുന്നു അവർ ഫോക്കസ് ചെയ്ത് എന്നും വഴക്കും ബഹളമായിരുന്നു. അപ്പം ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഡ്യൂട്ടിക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് വഴക്ക് കുറച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഇൻസ്പെക്ഷൻ വന്നപ്പോഴും നിങ്ങൾ നന്നായിട്ട് ചെയ്താലേ അത് ശരിയാവുള്ളൂ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് ആകെ സ്ട്രെസ്സായിരുന്നു. അത് കഴിഞ്ഞ് ഞാനെന്താ NABHൻ്റെ ഇൻസ്പെക്ഷൻ്റെ ദിവസം തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും വരരുത്. പിന്നെ സിസ്റ്റർമാരാണെങ്കിലും, ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ സിസ്റ്റർമാരാണെങ്കിലും ഒരുപാട് പൈസയൊക്കെ മുടക്കിയാണ് ഇൻസ്പെക്ഷൻ വരുത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്പെക്ഷൻ അത് നമ്മൾ പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൻ്റെ അംഗീകാരം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് കിട്ടണം, നമ്മുടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ നേഴ്സസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഒരു ഫോൾട്ടും അവർ കണ്ടുപിടിക്കരുത്, ഞങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യണമെന്ന് പറയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വാർഡിലൊക്കെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അവർ ഇൻസ്പെക്ഷന് വന്നപ്പോഴായാലും ഉടുമ്പടി കാശിരൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവർ ഭയങ്കര 3-4 പേരൊക്കെ ഭയങ്കര ഇതിലാണ് വന്നത്, കണ്ടാൽ തന്നെ പേടിയാവുമായിരുന്നു. പക്ഷേ അവർ വന്ന് അവിടെ ഇരുന്നു, ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അതിനെല്ലാം ആൻസർ പറയാൻ പറ്റി. അതുപോലെ തന്നെ എല്ലാ വാർഡിലായാലും അവർ പോയപ്പോഴും വേറെ ഒന്നും പറഞ്ഞില്ല. ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാം ബെറ്ററായിട്ട് തന്നെയാണ്, എസ്പെഷ്യലി നിങ്ങൾ നേഴ്സുമാർ നന്നായിട്ട് എഫിഷ്യൻറ്റ് നേഴ്സുമാരാണ് എന്ന് പറഞ്ഞു. ഞാനത് ഉറച്ച് വിശ്വസിക്കുകയാണ്. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ആരെങ്കിലും പറയും, പക്ഷേ ഇത് മാതാവ് ശരിക്കും അനുഗ്രഹിച്ചത് തന്നെയായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ കാരുണ്യ പ്രവർത്തികൾ പത്രം മേടിച്ച്, ഞാൻ കൃപാസനം പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും. പിന്നെ എനിക്കൊരു ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ വാട്സപ്പ് ഉണ്ട്, അപ്പോൾ അവർക്ക് ഞാൻ പൈസ ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും. അഥവാ ഇനി അവർ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മേഡം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച്. അപ്പോൾ തന്നെ എനിക്കില്ലെങ്കിൽ പോലും എങ്ങനെയായാലും ഞാൻ പൈസ അറേഞ്ച് ചെയ്തത് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ തന്നെയാണ് തന്നെ, അവർക്ക് ഫുഡൊന്നും മേടിക്കാനൊന്നും ആളില്ലെങ്കിൽ ഞാനത് മേടിച്ചു കൊടുക്കാറുണ്ട്. വീട്ടിൽ നിന്നായാലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയി കൊടുക്കാറുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിനോട് ഒത്തിരി ചേർന്ന് നിൽക്കാനുള്ള, ദൈവം എപ്പോഴും, മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോഴായാലും, എനിക്ക് 2 വീലറുണ്ട്, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് പോകണമെങ്കിൽ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി പോകും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ, മാതാവി വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, എനിക്ക് വേഗം കറക്റ്റ് സമയത്ത് എത്തണം എന്ന് കൊടുക്കും. അപ്പോൾ ശരിക്കും മാതാവ് മാറ്റി വിട്ട പോലെ വണ്ടികളൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എനിക്ക് ചെല്ലാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും സാക്ഷ്യം പറയണ കേൾക്കുമ്പോൾ, മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എനിക്കും മാതാവിനെ ഒന്നും സ്വപ്നം കാണാൻ പറ്റുന്നില്ലല്ലോ, മഴവില്ലൊക്കെ കണ്ടു എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും. അങ്ങനെ ഒരു ദിവസം ഒരു 5:20 മാതാവ് ഇങ്ങനെ ഒരു നീലയും പച്ചയും നിറത്തിലുള്ള മഴവില്ല രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു മിന്നണ പോലെ ഇങ്ങനെ കുറേ ഇങ്ങനെ മിന്നി വന്നു.
എന്നിട്ട് ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ ആ മാതാവിനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ലായിരുന്നു. മാതാവ് നല്ല ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി. അപ്പോൾ കറക്റ്റ് 5:25 സമയം. നമ്മുടെ ഡെയിലി ബ്രെഡ് തുടങ്ങുന്ന സമയമായിരുന്നു. ഞാൻ വേഗം മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇത് കൃപാസനത്തിലുള്ള മാതാവല്ലല്ലോ, ഇത് ഏത് മാതാവായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ഞാൻ ഓർത്തു നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 1 മാസം ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലിരിക്കണ മാതാവിൻ്റെ രൂപം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത മാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഫ്രണ്ടിൽ പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ച മാതാവിനെയാണ് ഞാൻ കണ്ടത്. അതേ രൂപം തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് വരാത്തോണ്ട് മാതാവിൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് പറ്റുന്ന കാലത്തോളം ഞാൻ ഈ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം കൊടുക്കാനും മാതാവിൻ്റെ അടുത്ത് വരാനും ഞാൻ പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കും. എനിക്കിപ്പോൾ എല്ലാ മാസവും വന്നില്ലെങ്കിൽ എനിക്കൊരു വിഷമമാണ്. 1 മാസം വരാതിരുന്നാൽ തന്നെ എനിക്ക് വിഷമമാണ്. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ എങ്ങനെയായാലും ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറുള്ളൂ. പിന്നെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരുടെയും കൂടെ മാതാവ് വരും. നമ്മൾ തനിച്ചല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവും. പിന്നെ ഒരിക്കലും നമ്മൾ തെറ്റുകളിലേക്കൊന്നും മാതാവ് വരുത്തിക്കില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇപ്പം പെട്ടെന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലുണ്ടാവും, അയ്യോ മാതാവിന് അത് വിഷമാവുമല്ലോ, അപ്പം സോറി പറയണമെന്ന്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കൂട്ടുകാരോടൊക്കെ ദേഷ്യപ്പെടും പെട്ടെന്ന്. ഞാനൊരു സീനിയർ സ്റ്റാഫാണ്. അപ്പോൾ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വഴക്ക് പറയും. അത് കഴിഞ്ഞാൽ ഞാൻ ഓർക്കും, ദൈവമേ അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാലോ എന്ന് ഞാൻ സോറി ടു എന്ന് ഞാൻ ചെന്ന് പറയും. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. 147 സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിൻ്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അഞ്ജു ജിജോ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഇപ്പോൾ ഇവരേറ്റു പറഞ്ഞത്. നമുക്കറിയാം, ഉടമ്പടി ഒരു ഉടൻ പരിഹാരം നൽകുന്ന പ്രാർത്ഥനാ പദ്ധതിയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജോസഫ് അച്ഛനോട് സന്ദേശം കൈമാറിയത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങൾക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നെഞ്ചിലൊരു സമയഘടികാരമായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ അർത്ഥം തന്നെ എനിക്ക് സമയത്തിന് മേൽ അധികാരമുണ്ടെന്നാണ്. അഞ്ജു പറയുകയായിരുന്നു, 15 വർഷമായി അവരുടെ വീടിൻ്റെ ഒരു പോക്കുവരവ് പ്രമാണം അവർക്ക് ലഭിക്കാതെ വളരെയധികം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും സാധിക്കാതെ ഇരുന്ന ഒരു വലിയ അസാധ്യമായ ഒരു കാര്യമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ നിബന്ധനകൾ ഒന്ന് തന്നെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ യോഗ്യതയിൽ നിങ്ങൾക്കെല്ലാം ഉണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങളുടെ യോഗ്യത എപ്പോഴാണ് 0 ആകുന്നത്, അപ്പോഴാണ് എൻ്റെ മകൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകുന്നത് എന്ന് പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വീടിൻ്റെ പോക്കുവരവ് പ്രമാണം വളരെ പെട്ടെന്നായിരുന്നു അവർക്ക് പ്രാപിച്ചു കിട്ടിയത്. ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയപ്പോൾ അവിടെ ഏതെല്ലാം ഓഫീസുകളിൽ കയറിയിറങ്ങിയോ അവിടെയെല്ലാം ഉള്ള ഓഫീസേഴ്സിനെയും ജീവനക്കാരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മ തന്നെ അവരോടുകൂടെ കൂടി ചെന്ന് അവരുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൃത്യമായി അവരുടെ കാശുരൂപം എപ്പോഴും കൈപിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോടുകൂടെയാണ് അവർ എപ്പോഴും ഓഫീസുകളിലേക്ക് കയറിയിറങ്ങിയിരുന്നത്. അവർക്ക് വളരെ പെട്ടെന്ന് ആ പ്രമാണം കയ്യിൽ ഏറ്റെടുക്കാനുള്ള കൃപ അവർക്കുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ ജിജോ ഹസ്ബൻഡിനെ ഒരു വലിയ വീഴ്ചയിലൂടെ കൈ പൊങ്ങാത്ത ഒരവസ്ഥ, എത്ര തന്നെ ട്രീറ്റ് ചെയ്തിട്ടും ഡോക്ടേഴ്സ് വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെസ്റ്റ് ചെയ്യുക, അടുത്ത ആഴ്ച വരിക, 2 ആഴ്ച കഴിഞ്ഞ് വരിക. പക്ഷേ ഇവർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി, എനിക്കുള്ള ആൻറ്റിബയോട്ടിക് ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തൈലവും വിശുദ്ധ ഉപ്പും തേനുമെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഡെയിലി ബ്രെഡിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സൗഖ്യമുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ സ്വപ്നദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും മകളെ പഠിപ്പിക്കുകയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എൻ്റെ മകൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ഏതെല്ലാം ബലഹീനതകളിലാണോ, നിൻ്റെ ഏതെല്ലാം കഴിവ് കുറവുകളിലാണോ അവിടെയെല്ലാം എൻ്റെ മകൻ്റെ കൃപ നിനക്ക് മതി എന്ന് ധൈര്യം നൽകിക്കൊണ്ടാണ് ഈ മകളുടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ ഇൻസ്പെക്ഷനെ വളരെ ധൈര്യം നൽകിക്കൊണ്ട് ആ ഇൻസ്പെക്ഷന് ശേഷം അവിടെയുള്ള എല്ലാ നഴ്സസും വളരെ എഫിഷ്യൻ്റാണ്, വളരെ കേപ്പബിളാണ് എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ അവർക്ക് ലഭിച്ചതും
അവർക്ക് വളരെ കോൺഫിഡൻസോടുകൂടി ആ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ അവർക്ക് ലഭിച്ചു എന്ന് ഏറ്റുപറയുന്നു. ഈശോ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 5:19 തിരുവചനം പറയുന്നത് പോലെ, നിങ്ങൾ ഈ പ്രമാണങ്ങൾ, ദൈവകൽപ്പനകൾ മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. നമ്മെ വലിയവരാക്കുന്ന ഒരു ഉടമ്പടി പ്രാർത്ഥനയാണിത്. ഈശോയുടെ ആ കൽപ്പനകൾ, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി ആരാധിക്കുകയും സ്നേഹിക്കുകയും നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഉടമ്പടി നിബന്ധനകളെല്ലാം നാം കൃത്യമായി പാലിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം സ്വർഗരാജ്യത്തിൽ നമ്മെ വലിയവൻ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. നമ്മൾ സ്വർഗരാജ്യത്തിൽ ആകാനുള്ള ഒരു വലിയ തത്രപ്പാടിലാണ്. ഉടമ്പടി ജീവിതത്തിലൂടെ നിത്യതയിൽ പ്രവേശിക്കാനാണ് നാം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നത്. നമ്മുടെ താൽക്കാലികമായ വീട്, വിവാഹം, കുഞ്ഞ് അല്ലെങ്കിൽ പ്രൊമോഷൻ എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലല്ല, ഇതോടുകൂടി ഈശോ നമ്മെ അടുപ്പിക്കുന്നത്, നമ്മെ എത്തിക്കുന്നത് നിത്യതയിലേക്കാണ്. നമുക്കെപ്പോഴും ഈശോയുടെ ആ ബ്രാൻഡ് ചെയ്യപ്പെട്ട നാമം നമുക്കുണ്ടായിരിക്കാൻ വേണ്ടി ഈശോ നമ്മെ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകനെ നീ എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് ധൂർത്തുപുത്രൻ്റെ പിതാവ് മൂത്ത മകനോട് പറയുന്നു. എൻ്റെ മകനെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഈശോ നമ്മെ അങ്ങനെ ബ്രാൻഡ് ചെയ്ത് വിളിക്കാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്കെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അഞ്ജുവിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് തന്നെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും കോടാനും കോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് പ്രിയങ്ക, ഇതെൻ്റെ ഹസ്ബൻഡ് സിബി മാത്യു. ഞങ്ങൾ പാലാ രൂപതയിലെ ശാന്തിപുര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ, അതായത് 2007 മുതൽ എനിക്ക് ഫിറ്റ്സ് വരാൻ തുടങ്ങി. ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലിലൂടെയും മാറി മാറി നടന്നു, ഓരോ ടെസ്റ്റുകൾ ചെയ്തപ്പോഴെല്ലാം നോർമലാണ്, ഒരു കുഴപ്പവുമില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഫിറ്റ്സ് വരുന്നു, കഴിക്കാതെ ഇരുന്നാലും ഫിറ്റ്സ് വരുന്നു. അങ്ങനെ 2023 ഡിസംബർ 19 വരെ ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നു. ഞാൻ 2024 ഒക്ടോബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഇതുവരെ എനിക്ക് ഫിറ്റ്സ് വന്നിട്ടില്ല. ഞാൻ ഒരു മരുന്നും യൂസ് ചെയ്യുന്നില്ല. നൈറ്റ് ഡ്യൂട്ടി ചെയ്താലോ ഒന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആകമൊത്തം ഉപയോഗിക്കുന്നത് കൃപാസനത്തിലെ തൈലവും തേനും ഉപ്പും മാത്രമാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ മരുന്ന്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും ഞാൻ കോടാനും കോടി നന്ദി പറയുന്നു. ഇപ്പോൾ രണ്ടാമതായിട്ട് ഞാനിപ്പോൾ ഇസ്രായേലിന് പോകാനുള്ള ക്ലാസ് 2025 നവംബറിൽ കൂടി. ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ആരംഭിച്ചു. പേപ്പർ വർക്ക് ആരംഭിച്ചപ്പോഴാണ് എൻ്റെ മമ്മിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു മിസ്റ്റേക്ക്. എൻ്റെ മമ്മിയുടെ ചാച്ചൻ്റെ പേര് ചോദിച്ചെടുത്ത് എൻ്റെ പപ്പയുടെ പേരാണ് എഴുതിയാക്കുന്നത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അക്ഷയ സെൻറ്ററിൽ ചെന്നു. അവരെന്നോട് ID കാർഡ്, ആധാർ കാർഡ് പ്രൂഫ് ചോദിക്കുക. ആധാർ കാർഡ് എൻ്റെ മമ്മി മരിച്ചതിന് ശേഷമാണ് നിലവിൽ വന്നത്. ID പ്രൂഫ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി, അതുമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഇതിങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ, ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. കാരണം ഇങ്ങനെ എനിക്കിത് പേപ്പർ വർക്ക് ചെയ്യാനും പറ്റത്തില്ല, എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നീ മമ്മി മരിച്ച ആ പഞ്ചായത്തിൽ ചെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചത് കണ്ടു. വേറൊരു പഞ്ചായത്താണ്, ആരെയും ഞങ്ങൾക്ക് പരിചയമില്ല, എന്ത് ചെന്ന് ചോദിക്കണമെന്നറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴും പ്രൂഫ് ചോദിക്കുമോ എന്ത് ചെയ്യുമോ ഞങ്ങൾക്കൊന്നും അറിയാൻ മേലാതെ ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകളെ കെട്ടിച്ചാക്കുന്ന അതേ പഞ്ചായത്തിലാണ്. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നീ നാളെ വാ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പോവുകയാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഞാനിങ്ങനെ കൂടിയിട്ടിരുന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇന്ന് വരെ ഒരിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഉപ്പിട്ട് ഓരോരോ അനുഗ്രഹങ്ങൾ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പഞ്ചായത്തിലേക്ക് പോയി. ബസ്സിലിരുന്ന് ഫുൾ ടൈം കൊന്ത ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പഞ്ചായത്തിൽ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഈ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലർക്ക് ഞങ്ങളെ വിളിച്ചു. ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ കയറി ചെന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, സാർ 10 വർഷം മുമ്പ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ ടോക്കിൻ്റെ ഇടയ്ക്ക് ചേച്ചി എൻ്റെ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സാർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ പ്രൂഫ് ഒന്നും ഇല്ല അല്ലേ എന്ന് ചോദിച്ചു.
ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ് എന്ന് നോട്ട്സ് കൊടുത്തേക്കാം, നിങ്ങൾ അക്ഷയയിൽ പോയി ആപ്ലിക്കേഷൻ വെക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അക്ഷയയിൽ ആപ്ലിക്കേഷൻ വെച്ചു. ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ അവിടുത്തെ മേഡം ഞങ്ങളോട് ചോദിച്ചു, പ്രൂഫ് എന്തെങ്കിലും ചോദിച്ചു. പ്രൂഫില്ല, സാറാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നിട്ട് ഇതുകൊണ്ട് സാറിൻ്റെ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു ചെന്ന് സാറിൻ്റെ അത് കൊടുക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ സാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ അയച്ച ആപ്ലിക്കേഷൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വന്നിട്ടുണ്ട്, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് ശരിയായി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. കറക്റ്റ് 2ാമത്തെ ദിവസം എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു, നിങ്ങളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ എടുത്ത് പേപ്പർ വർക്കെല്ലാം പൂർത്തീകരിച്ചു. ജനുവരി 6 ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ജനുവരി 20 ഫസ്റ്റ് എനിക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു കോൾ വന്നു. ഏജൻസിയിൽ നിന്ന് ഒരു ലേഡിയാണ് എന്നെ വിളിച്ചത്. അവരെന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല, എന്നാലും അറിയാവുന്ന പോലെയൊക്കെ ഞാനങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ ബൈ ഒക്കെ പറഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് 22-ാം തീയതി വീണ്ടും എനിക്ക് ആ ലേഡി ഒരു കോൾ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കാൻ പോകുന്ന പേഷ്യൻറ്റിൻ്റെ മകൻ എന്നെ വിളിച്ച് സംസാരിച്ചു. നല്ല രീതിയിൽ തന്നെ വെച്ചു. എനിക്ക് അവർ ചോദിച്ചെല്ലാം മനസ്സിലായി, ഞാൻ ആൻസറും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരറിവും ഇല്ല. സാധാരണ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടുന്ന് ഒരു മെയിൽ വരും, പേപ്പർ വരും. എനിക്ക് മാത്രമൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിയെ വിളിച്ചിട്ട് ജനുവരി 30 ചോദിച്ചു, എന്തായി എൻ്റെ കാര്യം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഒന്നും ആയിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന്. അപ്പോൾ ഈശോയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് തന്നെ ഇരുന്നു. വീണ്ടും ഫെബ്രുവരി 3 ഞാൻ രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയിട്ട് ഞാനിങ്ങനെ മാതാവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ സംസാരിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ ഫെബ്രുവരി 15-ാം തീയതിക്ക് മുമ്പ് എനിക്കൊരു പോസിറ്റീവായുള്ളൊരു കാര്യം കേൾക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ 5:45 ഇത് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ രാവിലെ 11 മണിയായപ്പോൾ എൻ്റെ ഏജൻസി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പേപ്പറുകളെല്ലാം റെഡിയായി, നിനക്ക് വിസ വന്നിട്ടുണ്ട്, നീ തിരിച്ച് ബോംബെക്ക് ഇൻ്റർവ്യൂവിന് കയറി പോകണമെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് കയറി പോവുകയാണ്. ഇത്രയും എല്ലാം അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു. പിന്നെ ഭൗതികമായ ആത്മീയമായ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. വെറും ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സാഹചര്യം, കുർബാന കൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ പോയി കുർബാന കൂടും. സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല. സന്ധ്യാപ്രാർത്ഥനകൾ എല്ലാ ദിവസവും ചെല്ലും. ബൈബിള് വായിക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊന്ത ചെല്ലാനും എല്ലാം ദൈവം ഇപ്പം ഞാൻ എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഇവിടെ നിന്നുള്ള പത്രങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഒട്ടുമുക്കാലും തന്നെ കേൾക്കും. അതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാൻ ഒരവസരം എവിടെയെങ്കിലും കിട്ടിയാൽ എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ച് എല്ലാവരോടും അത് പറഞ്ഞിരിക്കും. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഞാൻ പാവപ്പെട്ടവരെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാറുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ പേപ്പറുകൾ വാങ്ങിക്കൊടുത്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്, കാരുണ്യപ്രവൃത്തിയായി ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനും കോടി നന്ദി. ജെറമിയ 17:14 കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. പ്രിയങ്ക ഫിലിപ്പ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ സന്നിധിയിൽ സന്തോഷത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ മകൾക്കുണ്ടായിരുന്ന ഫിക്സിൻ്റെ അസുഖമാണ്. ഏറെ വർഷങ്ങളായി ക്ലേശിച്ചിരുന്ന ഒരു രോഗാവസ്ഥ. ഉടമ്പടി എടുത്ത് നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം യാതൊരു മരുന്നോ ലേപനമോ ഒന്നുമില്ലാതെ പൂർണ്ണമായും ആ രോഗം സൗഖ്യപ്പെട്ട് മാറുകയും നേഴ്സ് എന്ന രീതിയിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിന് രാത്രി ദീർഘനേരം ഉറക്കം നിന്നാലും യാതൊരു കുഴപ്പവുമില്ലാതെ ജോലി ചെയ്യുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സഹോദരിക്ക് സാധിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്.
രോഗത്തിന് മേൽ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരം അത് നമുക്ക് ആശ്വാസം പകരുന്നതാണ്. ഗലീലയിൽ അവിടെ നിന്ന് സൗഖ്യപ്പെടുത്തിയതുപോലെ തന്നെ ഇന്ന് അവിടുന്ന് ശരണപ്പെടുന്നവരെ അവിടുന്ന് കരം നീട്ടി സൗഖ്യപ്പെടുത്തുകയും സാധാരണ ജീവിതത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഓരോ രോഗസൗഖ്യാനുഭവ സാക്ഷ്യത്തിലൂടെയും ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് സഹോദരി സൂചിപ്പിച്ചത് രേഖകളില്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് സർക്കാർ ഓഫീസിൽ നിന്നും ലഭിച്ചതിനെക്കുറിച്ചാണ്. ഏറെ ക്ലേശകരമായ ഒരു പ്രവൃത്തിയാണത്. നമ്മൾ എത്ര നാളുകൾ നടന്നാലും പൊരുത്തപ്പെടുന്ന രേഖകളില്ലെങ്കിൽ ഏറെ നമ്മൾ കഷ്ടപ്പെടുകയും ഒരുപക്ഷെ അസാധ്യമായി പോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് മതിയായ രേഖകളൊന്നുമില്ലാതെ വർഷങ്ങൾക്ക് ശേഷം സമ്പാദിച്ചെടുക്കുക എന്നത്. അതിന് ഉടമ്പടിയിൽ നമ്മളിപ്പോഴും കാണുന്നത് ഉടമ്പടി ദൂതന്മാരുടെ സംരക്ഷണമുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്, ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് നമുക്ക് സന്ദേശങ്ങളിലൂടെ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ ദൂത് നമ്മുടെ ജീവിത വിഷയത്തെ പരിഹരിക്കുന്നതിന് കൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാനാവും. ഇവിടെയും ഒരു വ്യക്തിയെ കണ്ടെത്തുന്നു. ആ വ്യക്തി ആ ഓഫീസറിനോട് സംസാരിക്കുമ്പോൾ അത് തമ്മിൽ മനസ്സിലാവുന്ന രീതിയിലും അന്ന് വരെ പലതവണ ഇതിനുവേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ടത് നിസ്സാരമായി ഒരു ദിവസം കൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാ ഭാരങ്ങളും ലഘൂകരിച്ച് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവകരങ്ങളിൽ ഭാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം പോലും അറിയാതെ അവിടുന്ന് ലഘൂകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ കുറേ കൂടി സുരക്ഷിതമാക്കുന്നു. ആ സർട്ടിഫിക്കറ്റ് വിദേശത്തേക്ക് പോകുവാനുള്ള ഡോക്യുമെൻറ്റിനൊപ്പം ചേർക്കുവാനുള്ളതായിരുന്നു. ആ ഡോക്യുമെൻറ്റിനൊപ്പം ചേർത്ത് അത് നൽകുമ്പോഴും സഹോദരി പറഞ്ഞു, ഭാഷയൊന്നും അധികം അറിയില്ലെങ്കിൽ കൂടിയും അവർ നടത്തിയ ഓരോ ഇൻ്റർവ്യൂവിലും മകൾ അത് പങ്കെടുക്കുകയും അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കിട്ടുകയും ചെയ്യുന്നു. സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ മകൾ അന്ന് ആദ്യമായി ചെയ്യുന്നൊരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു. അതവർക്ക് അനുഗ്രഹമാകുന്നത് സാക്ഷ്യത്തിൽ അറിയുകയും ചെയ്യുന്നു. മകൾ അത് തന്നെയാണ് അൾത്താരയിൽ പറയുന്നത്. ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്നത് ഒരു വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയാണ് വിശ്വാസ പ്രയോഗം. വിശ്വാസ പ്രഖ്യാപനം നമ്മൾ പറയുന്നത് യേശു കർത്താവാണെന്നും അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുമാണ്. അതാണ് വിശ്വാസ പ്രമാണത്തിലൂടെ നാം ആവർത്തിച്ച് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് നാം ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, തൈലം പൂശി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ വിശ്വാസ പ്രയോഗത്തിന് നിർബന്ധമായും നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലണം എന്ന് നമ്മോട് പറയുന്നത്. യേശുനാമത്തെ വിളിച്ചുകൊണ്ട് യേശു ശക്തിയാൽ നമ്മുടെ ജീവിത വിഷയം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവനിൽ മാത്രം ശരണപ്പെടുന്നുവെന്ന് നാം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ. അതിലൂടെ സഹോദരിക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയില്ല എന്ന് വെളിപ്പെടുത്തുമ്പോൾ പോലും ആ വിദേശികളോട് സംസാരിക്കുവാനും അവരുമായി വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ ജോലിയിലേക്ക് പോകുവാനുള്ള വഴികൾ അമ്മ മാതാവ് ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മകൾക്ക് തുറന്നു കൊടുത്തതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്, വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവുകളൊക്കെ തീരുന്നിടത്ത് ദൈവത്തിന് കഴിവ് പ്രയോഗിക്കുവാൻ കഴിവുണ്ട് എന്ന തിരിച്ചറിവാണ് ഉടമ്പടിയിൽ ജീവിക്കുവാൻ നമ്മളെ എപ്പോഴും സഹായിക്കുന്നത്. മറ്റുള്ളവർക്ക് സാധാരണ നിലയിൽ സാധിക്കുന്നത് നമുക്ക് സാധിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ കുറവുകളെ ഏറ്റെടുക്കുന്നവൻ നമുക്ക് ബലമായി തീരുകയും കൃപയായി തീരുകയും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടിയിലെ ഓരോ ജീവിതാനുഭവ സാക്ഷ്യത്തിലൂടെയും ലോകത്തോട് പങ്കുവയ്ക്കപ്പെടുന്നത്. മറ്റുള്ളവർ കഴിവ് കൊണ്ട് പഠിച്ച് വിജയിക്കുമായിരിക്കും, എന്നാൽ കഴിവ് കുറഞ്ഞവർക്ക് ദൈവകൃപയാൽ വിജയം സാധ്യമാണെന്ന് ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിക്കും. മറ്റുള്ളവർക്ക് എല്ലാ രേഖകളും കയ്യിലുള്ളത് കൊണ്ട് വിസ ലഭിക്കുമായിരിക്കും, നമുക്കെല്ലാ രേഖകളും കയ്യിലില്ലെങ്കിലും ദൈവകൃപയാൽ ദൈവം ചില വഴികൾ ഒരുക്കി തന്ന് നമ്മുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ വിസ ലഭിക്കുന്നതിനുള്ള സാധ്യതകളെ തുറന്നു തരുമെന്നാണ് ഈ സാക്ഷ്യം
സാക്ഷ്യത്തിൽ ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്നത്. മറ്റുള്ളവർക്ക് മരുന്നുകൊണ്ട് രോഗം സൗഖ്യപ്പെടുമായിരിക്കും, എന്നാൽ മരുന്നുകൊണ്ട് സൗഖ്യപ്പെടാതെ നിൽക്കുന്നത് ദൈവശക്തിയാൽ, ഏറെ വർഷം ക്ലേശിച്ച രോഗത്തിൽ നിന്നും എനിക്ക് ദൈവശക്തിയാൽ രോഗം സൗഖ്യപ്പെട്ടുവെന്നാണ് ഉടമ്പടിയിൽ ഈ സഹോദരി ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ദൈവം ഇന്നും അനുഗ്രഹ പ്രവാഹമായി നമ്മുടെ കൂടെയുണ്ട്. അത് സവിശേഷമാം വിധം അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയെ തേടി വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് ജീവിതം വിട്ടുകൊടുക്കുവാൻ നാം സന്നദ്ധമാകുമ്പോൾ ദൈവശക്തി നമ്മുടെ ജീവിത വിഷയങ്ങളെ പരിഹാരത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുമെന്ന് ഈ അൾത്താരയിൽ ഈ സഹോദരി ഏറ്റുപറയുകയാണ്. നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിനും സഹോദരിക്ക് ലഭിച്ച ഈശോയ്ക്ക് നന്ദി. കൃപാസനം അമ്മയുടെ കൈ പിടിച്ചാണ് ഞാനിവിടെ ഈശോയിലൂടെ ഇത്രയേറെ അടുത്തേക്ക് വന്നത്. ആ പരിശുദ്ധ മാതാവിനും നന്ദി. എൻ്റെ പേര് താര ശൈലേഷ്, ഇതെൻ്റെ ഭർത്താവ് ശൈലേഷ്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 18 ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് യൂട്രസിലൊരു അഡനോമയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സർജറി ഓപ്ഷനുള്ളൂ, മെഡിസിൻസ് ഇല്ല. അതിനൊരു സർജറിക്ക് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. മാനസികമായിട്ട് എനിക്ക് കുറച്ച് എന്നുവെച്ചാൽ കുട്ടികളൊക്കെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ വില്ലിങ് ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ വിഷമം കണ്ടപ്പോൾ എൻ്റെ അനുജത്തിയാണ് പറഞ്ഞത് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചുമൊക്കെ. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അവൾ പറഞ്ഞിട്ട് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2023 ഒക്ടോബർ 18 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വന്നപ്പം എനിക്ക് ആദ്യമായിട്ട് എന്നുവെച്ചാൽ ആകെ ഒരു അമ്പരപ്പായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഈ ടോക്കണൊക്കെ കൊടുക്കായിരുന്നില്ലേ, ആ ടോക്കണൊക്കെ കൊടുക്കുമ്പം ഞാൻ ബാക്കിലോട്ട് മാറി നിന്ന് എനിക്ക് വേണ്ട, ടോക്കൺ എടുക്കേണ്ട, എനിക്ക് പേടിയാണെന്നും പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയത് മാതാവിനെ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു മാതാവിനെ കയ്യിൽ പിടിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് 3 മാസം തികയണേക്ക് മുന്നേ തന്നെ ഞാൻ സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്യാൻ പോണതിൻ്റെ തലേ ദിവസം കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ രാത്രി 12 മണിയായപ്പം ഒരു നല്ലൊരു സ്മെല്ല്, അതായത് പനിനീർപ്പൂവിൻ്റെ സ്മെല്ല്. പനിനീർപ്പൂവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു 1000 പനിനീർപ്പൂക്കൾ കുത്തി വന്നൊരു സ്മെല്ല്. പെട്ടെന്നാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ അയ്യോ മാതാവ് വന്നതാണ്, നല്ല സ്മെല്ല് വന്നിട്ടുണ്ടല്ലോ എന്ന്. ഒന്നുകൂടി ഞാൻ ശ്വാസം വലിച്ചു, ഒന്നുകൂടി കിട്ടി. 2 നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനെ വിളിക്കാൻ നോക്കിയപ്പോഴേക്കും സ്മെല്ല് പോയി. അങ്ങനെ ഒരു സുഗന്ധാഭിഷേകം നന്നായിട്ട് എനിക്കുണ്ടായി. പിറ്റേ ദിവസം നേരം വെളുത്ത് സ്കാനിങ് ടേബിളിൽ സ്കാൻ ചെയ്യാൻ പോയി. സ്കാനിങ് ടേബിളിൽ ഇരിക്കുമ്പം കാശ് രൂപ മുറുക്കെ പിടിച്ചാണ് സ്കാൻ ചെയ്യാൻ കിടക്കണത്. സ്കാനിങ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു തൻ്റെ യൂട്രസ് പഴയ സൈസ് തന്നെയാണ് ഇപ്പോഴും, ഒന്നും ചെയ്യണ്ട, അധികം പെയിനുമില്ല, ബ്ലീഡിങ്ങും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ, സർജറി വേണ്ട എന്ന് തന്നെ പറഞ്ഞു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ രോഗം മാറണം എന്നായിരുന്നില്ല, സർജറി ഒഴിവാക്കി തരണം എന്നായിരുന്നു. അതുപോലെ തന്നെ മാതാവ് സർജറി ഒഴിവാക്കി തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന് 1000 നന്ദി. പിന്നെ ഈ കാശ് രൂപം കൈ പിടിച്ചാണ് ഞാൻ എവിടെയും പോണത്. അങ്ങനെ പോകുമ്പം 3 പ്രാവശ്യം ഈ കാശ് രൂപം എൻ്റെ കയ്യിലിരുന്ന് വിറച്ചായിരുന്നു. എന്നുവെച്ചാൽ 3 ദുരന്തങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി ജീവിതത്തിൽ. ഒന്ന് ഏട്ടന് ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടാവണേന് 2-3 ദിവസം മുന്നേ ഈ കയ്യിലിരുന്നത് ഇങ്ങനെ വൈബ്രേറ്റ്, ഇങ്ങനെ അമർത്തി പിടിച്ചാണ് ഞാൻ പോണത്. അങ്ങനെ പോകുമ്പം കയ്യിലിരുന്നത് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്തു. അതായത് വൈബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പണ്ട് ചെറിയ ചെമ്മീനൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ ഇറുക്കായിരുന്നു ചെറുതിലെ. ഞാൻ അങ്ങനെ ഇറുക്കുമ്പോൾ ഒരു പൊടിയണ പോലത്തെ ഒരു പെടയണ പോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. അതുപോലൊരു ഫീലിങ്സ് വന്നു. അത് പിന്നെ അതുപോലെ വേറൊരു ദുരന്തമായിട്ട് എൻ്റെ ഒരു വ്യാജ ചെക്ക് കേസ് വന്നായിരുന്നു. അതിനു മുന്നും ഇതുപോലെ തന്നെ പെടഞ്ഞു. പിന്നെ എൻ്റെ ഇതിനകത്ത് 2-3 പേരായിട്ട് ഒരു ലോൺ പ്രശ്നത്തിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്തും ഇങ്ങനെ പെടഞ്ഞായിരുന്നു. എനിക്കന്നറിയില്ല അതിൻ്റെ സൂചന എന്തായിരുന്നെന്ന്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്
അത് മാതാവ് എനിക്ക് തന്ന, ഈശോ എനിക്ക് തന്ന ഒരു സൂചനയായിരുന്നു. നിനക്ക് ദുരന്തം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു സൂചന. അങ്ങനെ മാതാവ് അടയാളങ്ങൾ കൊണ്ട് ഞങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മെഴുകുതിരിയിലും കത്തുന്ന തിരിയിലൊക്കെ അടയാളങ്ങൾ കണ്ട് ഒരുപാട് അടയാളങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിയോഗത്തിൽ രണ്ടാമത് വെച്ചിരുന്നത് ഞങ്ങളുടെ കടബാധ്യതകളെക്കുറിച്ചായിരുന്നു. കടബാധ്യതകളിൽ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ 18 ഉടമ്പടി എടുത്തു. ഫെബ്രുവരിയിൽ തന്നെ, പിന്നത്തെ കൊല്ലം ഫെബ്രുവരിയിൽ തന്നെ ഞങ്ങൾക്ക് 5 ലക്ഷത്തിൻ്റെ ലോണ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഗോൾഡ് ലോണും അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഒരു 8 ലക്ഷത്തോളം കടബാധ്യതകളുണ്ടായിരുന്നു. അത് തീർത്ത് തന്ന്. പിന്നെ ഇപ്പം ഞാൻ നിയോഗത്തിലൊന്നും വെച്ചിരുന്നില്ല എന്നാളിൽ. ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ പുതുക്കിയപ്പം നിയോഗത്തിൽ വെച്ചായിരുന്നു 15 ലക്ഷത്തിൻ്റെ ഒരു ഭവന വായ്പയുണ്ട്. ആ ലോൺ ക്ലോസ് ചെയ്താൽ ആധാരം കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം. മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ലോൺ ക്ലോസ് ചെയ്യണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചായിരുന്നത്. അതുപോലെ തന്നെ ഞാനിത് ആധാരം കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ തന്നെ ഞങ്ങൾക്കത് എടുക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2023 ഒക്ടോബർ 18 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഏട്ടന് നല്ല നല്ല കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക്. നല്ല നല്ല വർക്കുകൾ കിട്ടി, നല്ല നല്ല ലാഭങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, വീട്ടിൽ ഐശ്വര്യം നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമാധാനവും ഐശ്വര്യവും എല്ലാം എൻ്റെ ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഏട്ടൻ പറയും. ഈശോനും മാതാവിനും നന്ദി. ഞാൻ ഒരു കോൺട്രാക്ടറാണ്. ഞാൻ സൈറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു കാറുകാരൻ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ വന്നിടിച്ചു, എന്നെ തെറിച്ചു. 1 മീറ്ററോളം ഞാൻ ഇറങ്ങി. എൻ്റെ ശരീരം മൊത്തം തൊലിയെല്ലാം പോയി. ദൈവത്തിൻ്റെ ഭാഗ്യത്തിനാൽ, ഈശോൻ്റെയും മാതാവിൻ്റെയും ഭാഗ്യത്തിനാൽ എൻ്റെ ഒടിവും ചതവൊന്നും ഉണ്ടായില്ല. ഈ വണ്ടി നിർത്താതെ പോയി. ഞാൻ എനിക്ക് നോക്കിയപ്പോൾ ആ സ്ഥലത്ത് ഒന്നുമേ കാണുന്നില്ല. നേരെ അവിടെ നിന്ന് വരുന്ന ചേട്ടന്മാരാണ് എന്നോട് പറഞ്ഞത്, ഈ കാറ് അവിടെ ഒരു വളവിൽ പോയി ഒരു തെങ്ങും മരടിച്ചു, അവർക്ക് ഫുള്ളായിട്ട് വണ്ടി തകർന്നെന്ന്. അങ്ങനെ അവർക്കും ഒന്നും പറ്റിയില്ല. വണ്ടികൾ 2 തകർന്നു. വണ്ടി തകർന്നെങ്കിലും ആളുകൾ കണ്ടാൽ പറയും ഇവരൊന്നും ജീവിച്ചിരിപ്പില്ലെന്ന് ഓർക്കും. അതുപോലെ ആയിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ അത്ഭുതമായി രക്ഷപ്പെടുത്ത ഈശോവിനും മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ പറയാനുള്ളത്, എനിക്കൊരു 9 വർഷമായി ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടേണ്ട 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡെയിലി വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥനകളും കാലത്തെ ഡെയിലി ബ്രെഡും എല്ലാം ഞങ്ങൾ കേൾക്കുമായിരുന്നു. അതിൻ്റെ പ്രാർത്ഥനയിലൂടെ ആ 1.5 ലക്ഷം രൂപ അവർ ഞങ്ങളെ വിളിച്ചു തന്നു. ഇതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നത്, എല്ലാ മാസവും ഇവിടെ വന്ന് കറക്റ്റ് പത്രം വാങ്ങിക്കും. അത് ആസ്പത്രികളിലും ഒക്കെ പോയി, ആസ്പത്രികളിലും പറവൂർ ടൗണിലൊക്കെ നടന്ന് കൊടുക്കായിരുന്നു. ആസ്പത്രികളിൽ ചെല്ലുമ്പം രോഗികളെ കണ്ട് സംസാരിച്ച് അവരുടെ സങ്കടങ്ങളൊക്കെ കേട്ട് അവർക്ക് മെഡിസിൻ വാങ്ങിക്കാനോ ഫുഡ് വാങ്ങിക്കാനൊക്കെ ഉള്ള ക്യാഷുകളൊക്കെ കൊടുത്ത് അങ്ങനെ സഹായിക്കായിരുന്നു. പിന്നെ GPay ചെയ്ത് ഓരോ രോഗികൾക്കും ക്യാഷ് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. ബഡ്സ് സ്കൂളുകളിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് അവരോടൊപ്പം കഴിച്ച് അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം വന്നപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ജപമാല എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ജപമാലയൊക്കെ യൂട്യൂബ് നോക്കി 4 ജപമാലകളും പ്രകാശത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം, സന്തോഷത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, അങ്ങനെ 4 ജപമാലകളൊക്കെ ഞാൻ പഠിച്ച് അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത്, മറ്റുള്ളവരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത്. അതുപോലെ പത്രം കൊടുക്കുമ്പം പ്രാർത്ഥനകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതും കൂട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അടുത്തുള്ള ക്യാൻസർ പേഷ്യൻസുകളൊക്കെ ചെന്ന് കാണും. റെസിഡൻസിൻ്റെയൊക്കെ കീഴിലൊക്കെ എന്തെങ്കിലുമൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്ത് എല്ലാവരെയും സഹായിക്കായിരുന്നു. പിന്നെ ബൈബിൾ വായന 1/2 മണിക്കൂർ തീർച്ചയായിട്ടും മുടങ്ങാതെ ചെയ്യും. ജപമാല എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും മുടക്കാതെ ചൊല്ലും. ഞങ്ങളുടെ വാഹനങ്ങളിലൊക്കെ ജപമാല വെച്ചിട്ട് ഞങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാതാവും ഈശോയും ഞങ്ങൾക്ക് ഒത്തിരി, ഇതല്ല കേട്ടോ പറയാൻ ഒരുപാടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവിതം. ഇപ്പോൾ ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എന്നും അതുപോലെ തന്നെ ജീവിക്കും. ഞങ്ങളുടെ വീട്ടിൽ
നല്ല സന്തോഷവും സമാധാനവും ഭക്തിയും എല്ലാം നൽകി നല്ല പ്രഭാപൂരിതമായിട്ട് തന്നെയാണ് ഈശോയും മാതാവും ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അതിന് ഈശോയ്ക്ക് മാതാവിനും കോടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞുമില്ല. താര ശൈലേഷ് എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ ശ്രദ്ധേയമായ സാക്ഷ്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. ഉടമ്പടി 9 തവണ പുതുക്കിയ മകൾക്കും ജീവിത പങ്കാളിക്കും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിയോടും സന്തോഷത്തോടും കൂടി ആത്മീയ അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന പല കാര്യങ്ങളും അമ്മ മുൻകൂട്ടി അറിയിച്ചു കൊടുക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒരിക്കൽ പോലും ചഞ്ചലപ്പെടാതെ നിരാശയിലടിപ്പെടാതെ പ്രത്യാശയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഏത് ക്ലേശത്തിൻ്റെ സമയത്തും ഈ കുടുംബത്തിന് അമ്മയും ഈശോയും നൽകിയ സംരക്ഷണത്തെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി ആത്മാർത്ഥമായി നാം ജീവിച്ചു തുടങ്ങുമ്പോൾ, നാം അമ്മ മാതാവിനോടും ഈശോയോടും നിരന്തരം സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വലിയ തോതിൽ ദൈവികമായ സംരക്ഷണം അനുഭവപ്പെടുവാനും അതിന് വരുന്ന ഏറ്റവും ചെറിയ ഉലച്ചിൽ പോലും നമുക്ക് മനസ്സിലാകും വിധം ദൈവികമായ അടയാളങ്ങൾ കൈമാറുകയും ചെയ്യും. അതാണ് സഹോദരി സൂചിപ്പിച്ചത്. പലതവണ കയ്യിലിരുന്ന കാശുരൂപം, ഉടമ്പടി കാശുരൂപം, അത് മീൻ പിടയുന്നത് പോലെ വല്ലാതെ ഉലയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും ഓരോ തവണയും അതിന് തൊട്ടടുത്ത നിമിഷം ഒരു അപകടവും ആ ഒരു ദുരന്തവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആവശ്യവും വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇത് കമ്മ്യൂണിക്കേഷന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നാം എത്ര കണ്ട് കവനന്റിനോട്, ഉടമ്പടിയോട് കമ്മിറ്റഡ് ആണോ, ദൈവം അതനുസരിച്ച് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ പരിഹാരം നൽകുന്ന വിധം, സൂചനകൾ നൽകുന്ന വിധം, പുതിയ വഴികൾ തുറക്കുന്ന വിധം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. ഉടമ്പടി നമുക്കറിയാം, അത് നമുക്ക് ദൈവത്തോടും ദൈവത്തിന് നമ്മളോടും ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതക്രമമാണ്. നാം വെറുതെ എന്തെങ്കിലും പ്രാർത്ഥിച്ചു പോകുന്നതല്ല, മറിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും നമ്മൾ വ്യാപരിക്കുമെന്ന് ദൈവസന്നിധിയിൽ കൊടുക്കുന്ന ഒരു ബന്ധമാണ്, ഒരു കരാറാണ് ഉടമ്പടി എന്നത്. അതുകൊണ്ട് അവിടെ വിശ്വസ്തത കൊണ്ടാണ് ഈ ഉടമ്പടി എന്ന് നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ബന്ധം അവസാനിച്ചു എന്ന് കരുതരുത്. പലപ്പോഴും നമ്മൾ കാര്യം നേടാൻ വേണ്ടി മാത്രം ഉടമ്പടിയിൽ ജീവിതം തുടങ്ങുകയും കാര്യം നേടിക്കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഉടമ്പടി അവസാനിപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയല്ലേ? ഉടമ്പടി അവസാനിപ്പിക്കുന്നു, ഇനി പുതുക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം വരെ നമുക്ക് കിട്ടിയിരുന്ന ദൈവിക സംരക്ഷണത്തിൽ നിന്നും നാം അറിഞ്ഞുകൊണ്ട് ബോധപൂർവം പിന്നോട്ട് മാറുന്നു എന്നൊരർത്ഥമില്ലേ? അതുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുക എന്നത് ദൈവികമായ സംരക്ഷണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് തന്നെയാണ്. സഹോദരി സൂചിപ്പിച്ചു, ആധാരവുമായി അമ്മയുടെ അരികിൽ മാർച്ച് മാസം സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാണ് നിയോഗം സമർപ്പിച്ചത്. അമ്മ അത് അനുവദിച്ചു കൊടുത്തു. വാഹന അപകടമുണ്ടായപ്പോൾ ആ വാഹനത്തിൽ സഞ്ചരിച്ചവരാരും ജീവനോടെ കാണില്ല എന്ന രീതിയിൽ വാഹനങ്ങൾക്ക് വളരെ ഗുരുതരമായ ഡാമേജാണ് സംഭവിച്ചത്. അമ്മ അവിടെ ഉള്ളംകൈയിൽ സംരക്ഷിക്കുന്നത് പോലെ പോറൽ പോലും ഏൽക്കാതെ രണ്ട് വാഹനത്തിലുണ്ടായിരുന്നവരുടെയും ജീവനെ കാത്തുകൊണ്ടു. അത് നമുക്ക് ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും, അപകടകരമായ അവസ്ഥയിലും, അനിശ്ചിതത്വമുള്ള അവസ്ഥയിലും, പരിശ്രമങ്ങൾ പരാജയപ്പെടുന്ന അവസ്ഥയിലും നമുക്ക് കൂടെ നിന്നുകൊണ്ട് അമ്മ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ദൈവിക പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. അതുകൊണ്ട് സമയച്ചുരുക്കത്തിൽ അനുഗ്രഹം കിട്ടുമ്പോൾ വേഗത്തിൽ ദൈവത്തെ ഉപേക്ഷിക്കുകയല്ല, കൂടുതൽ എളിമയോടെ സ്നേഹത്തോടെ ആ ദൈവബന്ധം തുടർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സന്നദ്ധത കൂടുകയാണ് വേണ്ടത്.
അതുകൊണ്ടാണ് ഈ കുടുംബം അക്രൈസ്തവ കുടുംബമായിരുന്നിട്ട് കൂടിയും 9 തവണ ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ കണ്ടെത്തിയ കർത്താവിനെ ജീവിതത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങൾ എന്നും ആ ഈശോയിലുള്ള ശരണത്തിലും അമ്മ മാതാവിലുള്ള ആശ്രയത്വത്തിലും ജീവിക്കുന്നുവെന്നാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു സംരക്ഷണമായി, ഒരു സഹായമായി, ഒരു സന്തോഷമായി അനുഭവിക്കുവാൻ പറ്റുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന നമ്മൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. കാര്യം നേടുവാൻ വേണ്ടി മാത്രമുള്ള തീഷ്ണതയാവരുത് ഉടമ്പടി ജീവിതം. മറിച്ച് ഈശോയോട് അല്പം പോലും വേർപെട്ടു പോകാത്ത വിധം ഈശോയെ സ്വന്തമാക്കുവാനുള്ള സ്നേഹത്തിൻ്റെ തീഷ്ണതയാവണം നമുക്ക് ഉടമ്പടി ജീവിതം. അതിന് അമ്മ മാതാവും ഈശോയും നമ്മളെ നിരന്തരം സഹായിക്കുകയും കൈപിടിച്ച് വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ഭൗതിക നന്മകൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും. അംബിക തോമസ്, ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ആൻഡ്രൂസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 1/4/2024. 2024 ഞാനൊരു സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഒരു അടുത്ത ബന്ധത്തിലെ ഒരാൾ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് എന്നെയും എൻ്റെ ഒരു അനിയത്തിയെയും ചേർത്ത് ഒരു ക്രിമിനൽ കേസ് കൊടുത്തിരുന്നു. കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആളിൻ്റെ ഒരു കായലിൻ്റെ അരികിൽ കോമ്പൗണ്ട് വാൾ പാറ കൊണ്ട് കെട്ടിയിരുന്നത് ഞാനും എൻ്റെ അനിയത്തിയും തള്ളി കായലിലിട്ടെന്നും അവൻ്റെ വീട്ടിനകത്ത് കയറിയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൊണ്ടുപോയെന്നും പറഞ്ഞാണ് കേസ് കൊടുത്തത്. ഇത് 10 വർഷത്തിന് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇത് കേസ് കൊടുത്തതെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. 6 മാസത്തിന് മുമ്പ് എനിക്കൊരു സമൻസ് വന്നെന്നും പറഞ്ഞ് കോടതിയിൽ നിന്ന് വിളിച്ചിരുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഈ സമൻസ് വന്നെന്ന് വിളിക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ജോസഫ് അച്ഛൻ ഒരു പള്ളിയിൽ കുർബാന നടത്തുന്നു. ആ കുർബാനയിൽ ഞാനും പങ്കുചേർന്നിരിക്കുന്നു. കുർബാന കഴിഞ്ഞെല്ലാവരും വീട്ടിൽ പോകാനിറങ്ങി. എനിക്ക് ഒരു കായൽ കഴിഞ്ഞാണ് എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത്. അപ്പം ഞാൻ ആ കായലിൻ്റെ തീരത്ത് ചെന്നപ്പോൾ ആ കായലിൽ സുന്ദരിയായ ഒരു സ്ത്രീ ഒരു സിംഹവുമായിട്ട് ആ കായലിൽ നിൽക്കുന്നു. അത് കാരണം ഞാൻ അതിൻ്റെ അപ്പുറം കടക്കാതെ നിൽക്കുമ്പോൾ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് ഒരു ജയിലാണെന്ന്. ഇത് കേട്ടുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി. അത് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴും എൻ്റെ മോടെ അടുത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഈ സ്വപ്നത്തെപ്പറ്റി പറയുകയും ചെയ്തിരുന്നു. അന്ന് ഒരു 11-12 മണിയപ്പോഴാണ് എന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് സമൻസിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കേസിൻ്റെ കാര്യം പോലും ഓർമ്മയില്ല. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റമാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഒരടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞ്. പക്ഷേ അത് സമൻസ് കാരണം 2 പേരെ ജാമ്യത്തിന് കൊണ്ടുചെന്ന് ജാമ്യം എടുക്കണം. എനിക്ക് അങ്ങനെ 2 പേരെ കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ലായിരുന്നു. എൻ്റെ അനിയത്തി 2 പേരുമായിട്ട് പോയി ജാമ്യം എടുത്ത്. ഞാനൊരു ഹിയറിങ്ങിനും പോയില്ല. ഞാൻ എൻ്റെ വക്കീലിനെ ഏൽപ്പിച്ച് വക്കീൽ 2 പ്രാവശ്യം കോടതിക്കകത്ത് കയറി. 3ാമത്തെ പ്രാവശ്യം മജിസ്ട്രേറ്റ് ഒന്നീ ജാമ്യം എടുക്കണം, അല്ലെ പ്രതിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അടുത്തത് വാറണ്ടാണെന്ന് പറഞ്ഞ്. അപ്പോൾ വക്കീൽ എൻ്റെ അടുത്ത് കർശനമായിട്ട് കോടതിക്കകത്ത് കയറാൻ ജാമ്യത്തിന് ആളുമായിട്ട് വരണമെന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ ഈ കേസ് എൻ്റെ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞപേക്ഷിച്ച്, ഞാൻ ചെയ്തിട്ടില്ലാത്തതാണമ്മേ, എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ജാമ്യത്തിനും എനിക്ക് ആളില്ല, എന്നെ രക്ഷിക്കണമെന്ന്. 3ാമത്തതിനും വക്കീൽ പോയി. ആ 2 പ്രാവശ്യം ഒരാണായിരുന്നു മജിസ്ട്രേറ്റായിട്ട് കയറിയത്. ഈ 3ാമത്തെ പ്രാവശ്യം ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ എൻ്റെ ഈ അടുത്ത ബന്ധുവും കോടതിയിലുണ്ടായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞിട്ട് സഹോദരി ഉണ്ടായിരുന്നു. ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ഈ കേസ് വെറുതെ വിട്ടതായിട്ട് ഉത്തരവിട്ട്. അത് എൻ്റെ മാതാവ് എന്നെ സഹായിച്ചതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവിന് 1000 നന്ദി. അടുത്തത് 2024 ഡിസംബറിലെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പല്ലിന് സുഖമില്ലാത്ത ഈ വിരലുകൊണ്ട് ഇങ്ങനെ പല്ലമർത്തി നോക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. അവർ വേറെന്തോ മഹാരോഗമാണ് അത് മുഖാന്തരം ഉണ്ടാകുന്ന രീതി ഭയപ്പെടുന്നു. അത് ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അത് വർഷങ്ങളായി എൻ്റെ ഇവിടെ ഒരു പല്ല് പഴുത്തിട്ട് എന്നും മോണേന്ന് പഴുപ്പ് വരുമായിരുന്നു. ഞാൻ ഈ കൈവച്ചതിങ്ങനെ അമർത്തി നോക്കുകയും ചെയ്യുമായിരുന്നു. അത് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അത് സുഖപ്പെട്ടതിന് ശേഷം പിന്നെ എനിക്കത് ഉണ്ടായിട്ടില്ല.
എനിക്ക് 8-9 വർഷമായി കുളിച്ചതിന് ശേഷവും അല്ലാതെയും ശരീരം ചൊറിച്ചിലുണ്ടായിരുന്നു. ചൊറിഞ്ഞ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കാൻ ഒരുപാട് പാടാണ്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അത് എനിക്ക് സുഖപ്പെട്ടു. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും വീടുകൾ തോറും ഓട്ടോ സ്റ്റാൻഡിലും മറ്റും എല്ലായിടവും കൊടുക്കാറുണ്ട്. എല്ലാ മാസവും കാരുണ്യ പ്രവൃത്തി എൻ്റെ അടുത്തുള്ളവർ അനാഥാലയത്തിൽ പോയി അവരെ സഹായിക്കാറുണ്ട്. ആഹാര സാധനങ്ങൾ കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് 8-10 പൊതിച്ചോറ് കെട്ടി റെയിൽവേ സ്റ്റേഷനിലും പാവങ്ങൾക്കും കൊണ്ടു കൊടുക്കാറുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എനിക്കിതെല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിനും കർത്താവായ യേശു ക്രിസ്തുവിനും 1000 നന്ദിയും സ്തുതിയും. ഇനി എൻ്റെ അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെൻ്റെ മകളാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനക്കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിയ. ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ആൻഡ്രൂസ് ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 20/11/2023 2017 ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അന്ന് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, എനിക്ക് 3 വർഷമായിട്ട് സൈനസൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. എൻ്റെ 2 പിരികത്തിൻ്റെ എല്ലുകളിലും കഫം കെട്ടി നല്ലപോലെ ബൾജ് ചെയ്തിരിക്കുകയും മുഖത്തെല്ലാം വേദന ഉണ്ടാവുകയും മൂക്കിൽ നിന്ന് കഫത്തിൻ്റെ സ്മെല്ല് ഉണ്ടാവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അത് ഉടമ്പടി ഉപ്പിട്ട് ആവി പിടിക്കുമായിരുന്നെങ്കിലും എനിക്കത് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ സൈനസൈറ്റിസിൻ്റെ അസുഖം മുഴുവനായിട്ട് മാറുമായിരുന്നു എന്ന്. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ കായലിൻ്റെ നടുവിൽ നിൽക്കുന്നു. അച്ഛൻ വെള്ളത്തിൽ നിന്ന് ഒരു കെട്ട് കൃപാസനം പത്രം എനിക്ക് എടുത്തു തരികയും അച്ഛൻ ഉടമ്പടി ഒരു തൈലം കൊണ്ട് എൻ്റെ നെറ്റിയിൽ നീളത്തിൽ കുരിശു വരയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ എൻ്റെ ഈ സൈനസൈറ്റിസിൻ്റെ അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല. മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. 15 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് ഈസ്നോഫീലിയയുടെ അലർജി ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ പുതുക്കലിന് ശേഷം എൻ്റെ ആ അലർജിയുടെ അസുഖം തുമ്മലായിരുന്നു. എനിക്ക് ആ തുമ്മലിൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാതാവ് ഈശോയെ എനിക്ക് മാറ്റിത്തന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. 8 വർഷമായിട്ട് എൻ്റെ മുടി നരയ്ക്കുമായിരുന്നു. എൻ്റെ ചെവിയുടെ സൈഡുകളിലും തലയിലെല്ലാം മുടി നരയ്ക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം ഞാൻ തേക്കുന്ന എണ്ണയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തലയിൽ തേച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുടിയെല്ലാം കറുക്കുകയും ഇവിടെ ഞാൻ കൗൺസിലറിനെ കണ്ടപ്പോൾ കൗൺസിലർ ഡൈ തേച്ചോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ എൻ്റെ മുടിയെല്ലാം കറുത്തു. മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ 3 വർഷമായിട്ട് ഒരു ഫുൾ ഡേ നിൽക്കുന്ന തലവേദന ഉണ്ടാകുമായിരുന്നു. ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതിനുശേഷം എനിക്കെൻ്റെ തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടി. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. 2017 ഞാൻ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് എൻ്റെ ബാക്ക് ബോണിൽ ഒരു സ്ട്രാൻഡ് താഴേക്കായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലൈഫ് ലോങ് എനിക്ക് നടുവേദന ഉണ്ടായിരിക്കും, ഞാൻ ഇരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, നിൽക്കുമ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം, ലൈഫ് ലോങ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എത്ര നേരം ഇരുന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ ആ നടുവേദനയുടെ പ്രശ്നം മാതാവ് കംപ്ലീറ്റായിട്ട് ഈശോയും മാറ്റി തന്നു. അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം, എനിക്ക് പനി വരുമ്പോൾ ശ്വാസം മുട്ടലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതൊരു 15 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഞാൻ ഇൻഹൈലറൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. എപ്പോൾ പനി വന്നാലും ശ്വാസം മുട്ടൽ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യത്തെ പുതുക്കലിന് ശേഷം ഇന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ ഒരു ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നവും 2 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്കൊരു ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നവും ഇല്ല. മാതാവ് ഈശോ എൻ്റെ ശ്വാസം മുട്ടലിൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറ്റി തന്നു. പിന്നെ എനിക്ക് ഷുഗർ കുറയുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു 5 വർഷമായിട്ട് എൻ്റെ ഷുഗറിൻ്റെ കൗണ്ട് 80 തന്നെ ആയിരിക്കും. എനിക്ക് എത്ര മധുരം കഴിച്ചാലും എനിക്ക് പിന്നെയും മധുരം കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയും എനിക്ക് മധുരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയും ഒരു 10 ലഡുവൊക്കെ ഒരുമിച്ച് കഴിച്ചാൽ പോലും എൻ്റെ ഷുഗറിൻ്റെ കൗണ്ട് ഒരെണ്ണം പോലും കൂടില്ലായിരുന്നു. അങ്ങനെ അതെനിക്ക് ഉപവാസമൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മാതാവിനോടും ഈശോയോടും നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പം എത്ര നേരം വേണമെങ്കിലും കഴിക്കാതിരിക്കുന്നതിനും പ്രശ്നമില്ല. ഞാൻ എവിടെ പോയാലും മുന്നേ എൻ്റെ ഹാൻഡ് ബാഗിൽ ചോക്ലേറ്റും പഴവും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു എനിക്ക് ഈ ഷുഗർ കുറയുന്നത് കാരണം. ഇപ്പോൾ എനിക്ക്
അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എനിക്ക് എത്ര നേരം വേണമെങ്കിലും വിശന്നിരിക്കുന്നതിനും ഒന്നിനും ഒരു പ്രശ്നമില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ അസുഖം മാറ്റിത്തന്നതിന് നന്ദി പറയുന്നു. ഒരു 2 മാസം മുന്നേ ഞാൻ ഉടമ്പടി ആരാധന ധ്യാനം കാണുന്ന സമയത്ത് മാതാവിൻ്റെ ഇടത് കണ്ണ് മാതാവ് അടച്ചു വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആദ്യം വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും മാതാവ് കണ്ണെന്തിനാണ് അടച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ അമ്മയും ഞാനും സംസാരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് പറയാനായിട്ട് എൻ്റെ അമ്മയുടെ റൂമിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയുടെ ഇടത് കണ്ണ് ഒരു രക്തക്കട്ട പോലെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിലേക്കുള്ളൊരു ഞരമ്പ് കട്ടായി പോയതാണെന്ന്. 3 ആഴ്ചയെങ്കിലും എടുക്കും ഇത് മാറാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കാരണം 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ കണ്ണിൻ്റെ റെറ്റിനൽസ് എല്ലാം കംപ്ലീറ്റ് മാറ്റി തന്നു. ഞാൻ ഉടമ്പടി എടുത്തത് വഴിയായി ഈശോ എനിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഈശോയോടും മാതാവിനോടും ഒരുപാട് അടുക്കാനും അവരോട് എപ്പോഴും ഈശോയോടും മാതാവിനോടും എപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും എൻ്റെ ബന്ധം കൂടുതലായി വളരാനും എനിക്ക് സാധിച്ചു. എൻ്റെ ഈശോയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉടമ്പടി 3 പ്രാവശ്യം പുതുക്കുമ്പോഴും 3 പ്രാവശ്യം എനിക്ക് മാതാവിനെ പ്രദക്ഷിണത്തിന് കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും കൃപാസന പത്രം വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും വീടുകൾ തോറും പൊതുസ്ഥലങ്ങളിലും എല്ലാം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞും ഈശോയെക്കുറിച്ച് പറഞ്ഞും മാതാവിനെക്കുറിച്ച് പറഞ്ഞും വിതരണം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ദശാംശം കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിലുകളിൽ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കുകയും അവരോട് സംസാരിച്ചിരിക്കുകയും അവിടെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ വളർച്ച ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്ന് വരെ ഞായറാഴ്ച പോലും എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചാലല്ലാതെ ഞാൻ കുർബാനയ്ക്ക് പോകില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോവുകയും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പറ്റുന്ന പോലെ എല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട്. ഉടമ്പടി എടുക്കുന്നത് വരെ ഞാൻ ജപമാല ചൊല്ലില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഒരുപാട് ജപമാല ചൊല്ലാറുണ്ട്. മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ബൈബിള് വായിക്കാറുണ്ട്. ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും അവർ ഡെയിലി ബ്രെഡ് പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ കാണുകയും ചെയ്യാറുണ്ട്. ഉടമ്പടിയിലെ ഉപവാസം മുടക്കാറില്ല. എല്ലാ ശനിയാഴ്ച ദിവസവും ഉപവസിക്കാറുണ്ട്. ഇത്രയും എല്ലാം എൻ്റെ രോഗസൗഖ്യങ്ങളും എൻ്റെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാം തിരുവചനം. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. പ്രിയ എന്ന ഈ മകൾ അമ്മയോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടിയിലൂടെ അവർക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സംരക്ഷണവും ഈശോയിൽ നിന്ന് പരിശുദ്ധ അമ്മ അവർക്ക് പ്രാപിച്ചു കൊടുത്ത സൗഖ്യവും അതുപോലെ തന്നെ അവരുടെ നിരന്തരമായ ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനുമെല്ലാമാണ് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഈശോയോടാണ്. ആ ഉടമ്പടി കൃത്യമായി പാലിക്കുവാനും ഉടമ്പടി ജീവിക്കുവാനും എന്നെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ നമുക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ചതുപോലെ നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ കുറവുകളിൽ, നമ്മുടെ ബലഹീനതകളിൽ എല്ലാം പരിശുദ്ധ അമ്മ അവർക്ക് ഇതില്ല, അവർക്ക് രോഗസൗഖ്യം ആവശ്യമുണ്ട് എന്ന് ഈശോയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതക്രമം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതക്രമം ഇപ്പോൾ ശരിയായ ട്രാക്കിലാണെന്നെല്ലാമുള്ള ഒരു ഗ്രീൻ സൈൻ ഈശോയ്ക്ക് കൊടുക്കുന്നത് ഈ ഉടമ്പടി ജീവിതം നാം കൃത്യമായി പാലിക്കുമ്പോഴാണ്. അതിനുവേണ്ടിയുള്ള ഇവരുടെ ആസ്തി ഇവർ ഏറ്റുപറയുകയുണ്ടായി. ഈശോയെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു.
പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഈശോ രക്ഷകനും നാഥനുമാണെന്ന് ഏറ്റുപറയുന്നു എന്നുള്ളവരുടെ ഏറ്റുപറച്ചിലിൻ്റെ എല്ലാം ഒരു പ്രതിഫലം എന്നോണം ഇവർക്ക് ലഭിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് പ്രിയ ഇവിടെ ഏറ്റുപറഞ്ഞ വലിയ സൗഖ്യത്തിൻ്റെ ലിസ്റ്റ്. മകൾ പറയുകയുണ്ടായി, നേർച്ച വസ്തുക്കളിലൂടെ അവരെപ്പോഴും സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് സൗഖ്യം നൽകുകയായിരുന്നു. ഈ മകൾക്ക് ഒരുപാട് അസുഖങ്ങളായിരുന്നു. വളരെ കാലങ്ങളായി 10-20 വർഷങ്ങളോളമായി ഈ മകൾ അസുഖത്തിലായിരുന്നു. എപ്പോഴും ഈസ്നോഫീലിയ എന്ന അലർജി, അതുപോലെ തന്നെ സൈനോസൈറ്റിസ്, മുടി നരച്ചു തുടങ്ങൽ, പീരിയഡ്സ് ഇഷ്യൂസ്, ഷുഗർ കുറയുന്ന അസുഖം, ബാക്ക് ബോൺ സ്ട്രാൻഡ് പെയിൻ, ശ്വാസം മുട്ടൽ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് അടിമയായിരുന്ന ഈ മകളെ ഈശോയുടെ ഒരു സ്പർശനം മൂലം ഈ മകൾക്ക് വലിയ സൗഖ്യം നൽകി എന്ന് ഇവിടെ ഏറ്റു പറയുകയാണ്. ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നാം ഇവിടുത്തെ ആരാധന നാം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ഉടമ്പടി ധ്യാനങ്ങൾ നാം അറ്റൻഡ് ചെയ്യുമ്പോൾ, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ നമുക്ക് വേണ്ടി നമ്മുടെ കൈകൾ മാറ്റി മാറ്റി വെച്ച് നമ്മൾ സ്വയം പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ മരുന്നോ ലേപനമോ അല്ല, അവിടുത്തെ വചനമാണ് നമ്മെ സൗഖ്യപ്പെടുത്തുന്നത് എന്ന് അച്ഛനേറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മെ ആശീർവദിക്കുകയും നമുക്ക് സൗഖ്യം ഈശോ നൽകുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഇവരുടെ കുടുംബത്തിനും ഇവർക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. അതുപോലെ തന്നെ പ്രിയയുടെ അമ്മ ഏറ്റുപറയുകേണ്ട ഒരു വലിയ ഒരു ചതിക്കേസിൽ അവരെ പെടുത്തുകയും ഈശോ തന്നെ അവർക്ക് ഒരു വലിയ സഹായകനും മധ്യസ്ഥനും അവരുടെ രക്ഷകനുമായി ആ കോർട്ടിലേക്ക് കയറി ചെന്ന് ആ കേസിൽ നിന്ന് അവരെ വിടുതൽ നൽകി. എല്ലാത്തിനും ഒരൊറ്റ കാരണവും കാര്യവും ഈശോ മാത്രമാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈ